നമ്മളിന്ന് കുറച്ച് കയ്പ്പൊക്കെ ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം, ഉപ്പ്, പിന്നെ കുറച്ച് തൈര്. ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താലും മതി. തൈരും ഉപ്പും കൂടി ആകുമ്പം ആ ഒരു കയ്പ്പ് പോകാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലൊന്ന് കുതിർത്ത് വെക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കടലപ്പൊടി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ കുറേശ്ശെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം അധികം ആവരുത്, കുറേശ്ശെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ കുറച്ച് സാധനം കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളി തൊലി അടക്കം ഒന്ന് കഴുകിയതിന് ശേഷം ഒന്നിങ്ങനെ ചതച്ചെടുത്തത്, പിന്നെ കുറച്ച് മല്ലിയില. ഇനി ചെറുനാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമുറി ചെറുനാരങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്നിങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇത് ഓരോന്നായിട്ടൊന്നിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ആ ഒരു സൈഡൊന്നിങ്ങനെ ഫ്രൈ ആയതിനു ശേഷം നമ്മൾ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ക്വിക്ക് ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു പാവക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുകയും ചെയ്യണേ.